എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവിടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഋതു സേതുവിനോട് പറയണം, അല്ലെങ്കിലും നിങ്ങൾക്ക് ആ കൊലയാളിയെ കണ്ടെത്താനൊന്നും പറ്റില്ല, വെറുതെ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പുറകെ നടന്ന് മെനക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ട പല്ലി പറഞ്ഞു, അത് ഋതു ആണോ തീരുമാനിക്കണമെന്ന് ചോദിക്കും. അങ്ങനെ ഒരു കൊലയാളി ഉണ്ടെങ്കിൽ ആ ഓട്ടോറിക്ഷ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ഞങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറയാം. പിന്നെ കണ്ടെത്തിയേ തന്നെ. പോലീസുകാർ വിചാരിച്ചിട്ട് നടക്കുന്നില്ല, പിന്നെയാണോ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഋതു വെല്ലുവിളിക്കുകയാണ്. ഈ സമയത്ത് പല്ലി പറഞ്ഞു, അതെ അത്രയ്ക്ക് അങ്ങ് ഞങ്ങളെ കൂടെ കൊച്ചാക്കണമെന്ന് പറയും. പിന്നെ അങ്ങോട്ട് ഇപ്പം നീയല്ലേ എന്ന് വെച്ചാൽ ടീച്ചറല്ലേ ഇപ്പൊ എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങ് നോക്കി നടത്തുന്നേ, നീ വിചാരിച്ച എന്ത് നടക്കാനാന്ന് ചോദിക്കുക. ഇത് കേട്ടതും സേതു പറഞ്ഞു, ഓ പല്ലവി വിചാരിച്ച ഒന്നും നടക്കത്തില്ലല്ലേ, എന്നിട്ടാണോടി നിന്നെ എല്ലാരും കൂടെ കൂടിയിട്ട് ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പിടിച്ചു വെച്ച സമയത്ത് അവിടുന്ന് രക്ഷിക്കാനായിട്ട് ആരാ ഉണ്ടായിരുന്നേ? ഈ പറയുന്ന പല്ലവിയല്ലേ ഉണ്ടായിരുന്നേ. പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ മുന്നിൽ സമരക്കാര് നിന്ന് കൊടി പിടിക്കണ സമയത്ത് ഈ പല്ലവി വന്നില്ലായിരുന്നേ കാണായിരുന്നു പറയണം. നീ കാത്തിരുന്നോ? കൊടുക്ക ആരാ പ്രതിയാവാന്നറിയാം. അന്നത്തെ ഒരു ദിവസം ഈ സേതു ഒരു വരവ് ഇങ്ങോട്ട് വരും ഈ പൊന്നുമടത്തിലേക്ക്. അന്ന് നിനക്കൊട്ടൊക്കെയുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സേതു അങ്ങോട്ടേക്ക് കയറി പോവാണ്. ആ സമയം പല്ലവി ഋതുവിനോട് പറഞ്ഞു, കേട്ടില്ലേ സേതുവേട്ടൻ പറഞ്ഞിട്ട് പോയത്? അങ്ങനെ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഋതു നീ കാത്തിരുന്നോ, നീ റെഡി ആയിട്ടിരുന്നോ കേട്ടോ, എന്താ നിനക്ക് കിട്ടാൻ പോണെന്ന് അറിയത്തില്ല എന്നും പറഞ്ഞിട്ടാണ് പല്ലവിയും കൂടെ അങ്ങോട്ട് പോകുന്നത്. ഋതുവിന് മുഖത്തടിയേറ്റവലേപ്പ് ഋതു ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് പൂർണിമയുടെ മുറിയിലേക്കാണ് പല്ലവി ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പത്തിന് പൂർണിമ കിടക്കുക. എന്തു പറ്റി അമ്മേ? അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? വല്ലാത്ത ക്ഷീണമുള്ളോ? എന്തെങ്കിലും അസുഖം എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കും. ഒന്നുമില്ല, അത് ഗുളിക കഴിക്കാത്തോണ്ടാന്ന് പറയണേ. ഗുളിക കഴിച്ചില്ലേ, അതെന്താ? അത് ഗുളിക തീർന്നു പോയെന്ന് പറയാ. എന്നിട്ട് എന്താ അമ്മ പറയായിരുന്നേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ സേതു അല്ലേ എപ്പോഴും വാങ്ങിക്കുന്നേ, സേതുവിനോട് പറഞ്ഞില്ല. ഓ അതുകൊണ്ട് സേതുവിനോട് പറഞ്ഞില്ല. സേതു എണ്ണായിട്ട് മിണ്ടാത്തോണ്ട് അമ്മ പറയാതിരുന്നു. അമ്മ എന്ത് പരിപാടി ചെയ്തേ? അതിങ്ങോട്ട് കാണിച്ചേ, അതിന്റെ ആ കുറിപ്പഴ ഉണ്ടല്ലോ അതിങ്ങ് എടുത്തു തരാൻ പറയണം. വേണ്ട ഞാൻ വാങ്ങിച്ചോളാന്ന് പറയണേ. എവിടുന്ന് വാങ്ങിക്കാനായിട്ട്? എന്നിട്ടാണ് അമ്മ ഇത് വാങ്ങിക്കാതിരുന്നേ. അല്ല സേതു വരുന്ന സമയത്ത് കൃത്യമായിട്ട് അവൻ അതൊക്കെ ഓർത്തു വെച്ച് ചെയ്യുമായിരുന്നു. പക്ഷെ ഋതുവിന് അതിനൊന്നും സമയമില്ലല്ലോ. ഋതു ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. ഞാൻ മെഡിസിൻ കഴിച്ചോന്നും അവള് ചോദിക്കാറ് പോലുമില്ല. പക്ഷെ സേതു അങ്ങനെയല്ലായിരുന്നു പറയാ. അതാ പറഞ്ഞേ അമ്മേ, സേതുവേട്ടൻ നല്ലവനാന്ന് പറയാം. സേതുവേട്ടന്റെ മനസ്സിന് നന്മ അമ്മ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് പറയാം. അമ്മ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എല്ലാ കാര്യങ്ങൾ. വേണ്ട അവനെ കുറിച്ച് പറയണ്ട. അവനെന്നെ പിന്നിരുന്ന് കുത്തുക ചെയ്തേന്ന് പറയാ. ഇല്ലമ്മേ, അതൊക്കെ അമ്മയുടെ തോന്നല് മാത്രമാ. സേതുവേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സേതുവേട്ടൻ സ്വന്തം അമ്മേനെ പോലെ അമ്മേനെ കരുതുന്നേ, അത് അമ്മയ്ക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ? അമ്മയൊക്കെ അത് മനസ്സിലാകാൻ പോകുന്നുള്ളൂന്ന് പറയാം. വേണ്ട, ആ ചാപ്റ്റർ നമുക്ക് അവിടെ ക്ലോസ് ചെയ്തേക്കാം. എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പൂർണിമ പറയാ. ഇത് കേട്ടപ്പം പല്ലി പറഞ്ഞു, അമ്മ കുറിപ്പടി ഇങ്ങെടുത്ത് തരാൻ പറയാണ്. അങ്ങനെ ആ ചീട്ടങ്ങെടുത്ത് മെഡിസിന്റെ ചീട്ടങ്ങെടുത്ത് കൊടുക്കണം. അത് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഋതുവല്ല പല്ലവി എന്ന് നോക്കണം. അപ്പോഴേക്കും പൂർണിമ പറഞ്ഞു, അതെ അവനെ കൊണ്ട് വാങ്ങിപ്പിക്കണ്ട, സേതുവിനെ കൊണ്ട് വാങ്ങിപ്പിക്കണ്ടെന്ന് പറയണം. ആഹാ, അങ്ങനെയാണെങ്കിൽ സേതുവേട്ടൻ തന്നെ വാങ്ങും. അമ്മയ്ക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്? ഇത്രയും കാലം സേതുവേട്ടനല്ലേ വാങ്ങിക്കൊണ്ടിരുന്നേ, പിന്നെ സേതുവേട്ടൻ വാങ്ങിയാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? അമ്മയ്ക്ക് എന്താ കുറച്ചില്ലെന്ന് ചോദിക്കാം. എന്നാ ഒരു കാര്യം ചെയ്യാം, അതിങ്ങ് അന്നേരം ഞാൻ വാങ്ങിച്ചോളാം, ഞാൻ പുറത്തുനിന്ന് വാങ്ങിപ്പിച്ചോളാം. 1 മാസത്തേക്കുള്ളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങിക്കണം എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, 1 മാസത്തേക്കോ 2 മാസത്തേക്കോ എത്ര മാസത്തേക്കുള്ളത് വാങ്ങിച്ചോളും. അത് സേതുവേട്ടൻ വാങ്ങിക്കോളും. അമ്മയ്ക്ക് എന്താ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല, സേതുവേട്ടനെ അമ്മയുടെ മോനാന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് പൂർണ്ണം ഇങ്ങനെ ആലോചിക്കുവാണ്. സേതു വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എല്ലാം നോക്കി നടത്തും. താനൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ ഋതു അങ്ങനെയല്ല. ഋതുവിന് ആ കാര്യങ്ങളൊന്നും ചിന്തയില്ല. ഋതു വേറെന്തോ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത്. താൻ ഫുഡ് കഴിച്ചോ മെഡിസിൻ കഴിച്ചോ അല്ലെങ്കിൽ തന്റെ ആരോഗ്യം എങ്ങനെയാന്ന് പോലും ഈ പല്ലവിയുടെ അത്രയും പോലും ചിന്തിക്കുന്നില്ല. പല്ലവി പക്ഷെ ഇപ്പൊ തന്നെ കണ്ടില്ലേ, തന്റെ കാര്യങ്ങളൊക്കെ വന്ന് ശ്രദ്ധിക്കുന്നു. അത് പോരാഞ്ഞിട്ട് അവൾ ആ കുറിപ്പടയൊക്കെ മേടിച്ചുകൊണ്ടേ മരുന്ന് മേടിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും അവൾക്കും സേതുവിനും ആണെങ്കിലും ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമയുടെ കണ്ണൊക്കെ അറിയാതെ നിറഞ്ഞു വരുവാണ്. പിന്നീട് പല്ലവി നേരെ സേതുമാധവന്റെ മുറിയിലേക്ക് ചെല്ലുക. ഈ സമയം സേതു എന്ത് ചെയ്യുകയാണ്? ഡ്രസ്സൊക്കെ അങ്ങനെ ഊരിയിട്ടിട്ട് കുളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് കയറി. മൊത്തം കട്ടിലേക്ക് ഊരിയിട്ടിട്ട് അങ്ങോട്ട് കയറുന്നേ. അപ്പൊ കഥക് കുറ്റി ഇട്ടിട്ടില്ലായിരുന്നു, ചാരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് പല്ലവിയുടെ വരവ്. പല്ലവി ഇങ്ങോട്ട് വന്ന് മുറി വന്ന് നോക്കിയപ്പോ സേതുവിനെ കാണുന്നില്ല. കട്ടിലെ ഡ്രസ്സൊക്കെ ഊരിയിട്ടുണ്ട്. ആ സമയം പല്ലവി നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പല്ലവിയുടെ കയ്യിൽ നിന്ന് ആ കുറിപ്പട അങ്ങോട്ട് താഴേക്ക് ചാടിപ്പോയി. താഴേക്ക് ചാടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി അത് എടുക്കാനായിട്ട് കുനിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സേതു ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്.
അങ്ങനെ സേതു അങ്ങോട്ട് ഇറങ്ങി വന്ന് കണ്ണാടിക്കകത്തൊക്കെ നോക്കി സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുന്ന സമയത്താണ് പല്ലവി അങ്ങോട്ടേക്ക് പൊങ്ങുന്നേ. പല്ലവി അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ഒരു നിമിഷം പല്ലവി ഞെട്ടിപ്പോയി. കാരണം നേക്കിനായിട്ട് അവൻ സേതു നിൽക്കുന്നേ. നൂൽ ബന്ധമില്ലാത്ത രീതിയിലാണ് സേതു ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ആ ഒരു നിപ്പായിരുന്നു. ഒരു നിമിഷം പല്ലവിക്ക് എന്ത് ചെയ്യണം നടത്തില്ല. ആ പല്ലവി ആ കുറിപ്പട എടുത്ത് പൊങ്ങിയ പോലെ തന്നെ അതുപോലെ തന്നെ അവിടെ കുനിഞ്ഞിരിക്കുകയാണ്. പല്ലവിക്ക് എന്ത് ചെയ്യണം നടത്തില്ല. ആകെപ്പാടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു വെപ്രാളം ടെൻഷനൊക്കെ. അത് കാണണം. ആ രംഗങ്ങളൊക്കെ അത്ര നല്ല രസമാണ്. പല്ലവിയുടെ മുഖവും ചമ്മലും ഒക്കെ കാണാനായിട്ട്. പിന്നീട് പല്ലവി ഇങ്ങനെ കുനിഞ്ഞിരിക്കുക. ഈ സമയം സേതു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സേതു ഇങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി ആസ്വദിക്കുന്ന സമയത്ത് പല്ലവിക്ക് പെട്ടെന്ന് തുമ്മാനായിട്ട് വന്നു. പല്ലവി അവിടെ ഒറ്റ തുമ്മലായിരുന്നു അവിടെ ഇരുന്ന. ഈ തുമ്മല് കേട്ടപ്പോൾ തന്നെ സേതു ഞെട്ടി. സേതു പെട്ടെന്ന് അയ്യോ ഇത് ആരാ മുറിയില്. അപ്പോഴാണ് സേതു ഓർക്കുന്നത് ദൈവമേ തനിക്ക് തുണിയില്ലല്ലോ എന്നുള്ള കാര്യം. സേതുവിന് എന്ത് ചെയ്യണം നടത്തില്ല. സേതു പെട്ടെന്ന് അവിടെ കിടന്നേ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ മറയ്ക്കുക. അതെ ആരാണെങ്കിലും സത്യം പറ ആരാന്നും ചോദിക്കുകയാണ്. ഞാനാ പല്ലവി. നീയോ? നീ എന്താ ഇവിടെ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, എവിടെയാന്ന് വെച്ചാൽ അവിടെ ഇരുന്നോണം, ഇങ്ങോട്ടെങ്ങാനും നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊന്നു കളയെന്ന് പറയണം. പിന്നീട് സേതു അതേപടിയും വന്നിട്ട് പെട്ടെന്ന് ആ കട്ടിലെ കിടന്ന് മുണ്ടും എടുത്ത് ഉടുത്ത ഷർട്ടൊക്കെ എടുത്തിടുവാണ്. അങ്ങനെ അങ്ങ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഋതു ആ കട്ടിലിന്റെ അവിടെ കുനിഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നീട് സേതു വന്നിട്ട് ഋതുവിന് ചെവിക്ക് പിടിച്ചിങ്ങ് പൊക്കിയെടുക്കണം. സത്യം പറ നിനക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാൻ അതെ ആണെങ്കിൽ ഡ്രസ്സ് മാറുന്നിടത്ത് നിനക്ക് എന്താ കാര്യം എന്ന് ചോദിക്കാം. അത് സേതുവേട്ട ഞാൻ സത്യം പറ നീ ഒരു ടീച്ചറല്ലേ, നിനക്ക് എന്താ ഈ മുറി കാര്യം നിൽക്കാം. ടീച്ചർമാരൊക്കെ ഇങ്ങനെയാണെന്ന് ചോദിക്കാം. അതെന്തിനാ ടീച്ചർമാരൊക്കെ മതി, ബഹുവചനത്തിന്റെ ആവശ്യമില്ല എന്ന് പറയണം. ഇവിടെ ഏകവചനം ബഹുവചനം ഒന്നുമല്ല. നീ എന്തിനാ മുറി കയറി സത്യം പറ. അത് പിന്നെ സേതുവേട്ടാ ഞാന് ഇത് എന്ത് ഈ കുറിപ്പട ഇതെന്ത് കുറിപ്പട, അത് പിന്നെ ഞാനെന്നൊക്കെ പറഞ്ഞു വെക്കണ കാര്യം എന്താന്ന് പറ. സേതു ചോദിച്ചു സത്യം പറ നീ എന്തേലും കണ്ടോന്ന് ചോദിക്കാം. ഒന്നും കണ്ടില്ല സത്യം പറയണ. ഇല്ല സേതുവേട്ടാ ഞാനൊന്നും കണ്ടില്ല എന്ന് പറയണം. പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. അത് പിന്നെ ഈ കുറിപ്പട ഇത് പൂർണ്ണാമയ്ക്ക് മരുന്ന് മേടിക്കാനുള്ളതെന്ന് പറയാം. അത് കേട്ടപ്പത്തിന് സേതുവിന്റെ മനസ്സ് മാറി. സേതു പറഞ്ഞു ഓഹോ അപ്പൊ അമ്മയ്ക്ക് മരുന്ന് മേടിക്കണല്ലേ. എല്ലാ കാര്യങ്ങളും അമ്മയുടെ ഞാനാ നോക്കിക്കൊണ്ടിരുന്നേ. അമ്മ എന്നോട് പറയാത്തോണ്ട് ഞാൻ എന്നെ കൂടെ പെട്ടെന്ന് ഓർത്തുമില്ല. എന്നാലും അമ്മയ്ക്ക് ഒരു വാക്ക് എന്നോട് പറയാമെന്ന് പറയാം. സാരല്ല സേതുവേട്ടാ മരുന്ന് തീർന്നു പോയി, അമ്മയുടെ മരുന്ന് വാങ്ങണമെന്ന് പറയണം. ശരി. പിന്നീട് സേതു ചോദിച്ചു നീ ഒന്നും കണ്ടില്ലല്ലോ. ഇല്ലാന്ന് പറഞ്ഞിട്ട് പല്ലവി പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ സേതു ഇങ്ങനെ ആലോചിക്കുക അവൾ എന്തേലും കണ്ടോ. നാണക്കേടായല്ലോ. അപ്പോഴേക്കും പല്ലവി കഥ പതുക്കെ തുറന്നിട്ട് പുറത്തുനിന്ന് പറഞ്ഞു അതെ ഞാനെല്ലാം കണ്ടു കിട്ടോന്ന് പറയണം. സേതുവിന് ഇതിൽ പരം ഒരു നാണക്കേടില്ലായിരുന്നു. ആകെപ്പാടെ ചമ്മിപ്പോയി സേതു. പിന്നീട് ശ്രീഹരി ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഷർട്ട് ഇടാനായിട്ട് തുടങ്ങണം. അപ്പൊ ഷർട്ട് കയറ്റാണ്ട് നോക്ക് ശ്രീക്ക് വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. കൈയൊക്കെ നിറച്ചും പൊള്ളിയതുകൊണ്ട് നിറച്ചും വ്രണമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഷർട്ട് കയറ്റാൻ തുടങ്ങുമ്പോഴത്തേനും ഭയങ്കര വേദന എടുക്കുക. ഒരു വിധത്തിൽ ശ്രീഹരി ഇങ്ങനെ കയറ്റാൻ തുടങ്ങുമ്പോൾ വേദന കൊണ്ട് പൊളയുവാണ്. കുറെ സമയമായി ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് അച്ചു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അച്ചു എന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി, പരാജയപ്പെട്ടു പോയോ? ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, എന്നോട് പറഞ്ഞു ഞാൻ ഇതൊക്കെ ചെയ്തു തരില്ലേന്ന് ചോദിക്കുകയാണ്. വേണ്ട ഞാൻ ചെയ്തോളാം. അതെന്താ ഞാൻ ചെയ്താൽ എന്താ കുഴപ്പം? അത് പിന്നെ അച്ചു നീ വലിയ വീട്ടിലെ കുട്ടിയല്ലേ. വലിയ വീട്ടിലെ കുട്ടിയോ? അതേ ഉറഞ്ഞ ഞാനങ്ങ് വെച്ച് തന്നാണ്ടല്ലോ വലിയ വീട്ടിലെ കുട്ടി. എന്താ ശ്രീഹരി ഇങ്ങനെയൊക്കെ പറയണേ? ഈ വലിയ വീട്ടിലെ കുട്ടീന്ന് എനിക്കെന്താ കൊമ്പുണ്ടോന്ന് ചോദിക്കും. അതെ ഞാൻ സാധാരണക്കാരി തന്നെയാന്ന് പറയണം. വലിയ വീട്ടിലോ ചെറിയ വീട്ടിലോ അങ്ങനെയൊന്നും ഇല്ല. ഞാനിപ്പോ ആരാന്നറിയാവോ? ശ്രീഹരിയുടെ ഭാര്യ എന്ന് പറയാൻ. എന്നാലും എന്നെ ആരും അങ്ങനെ അംഗീകരിച്ചിട്ടില്ലോ. അച്ഛനും ഭർത്താവായിട്ട്. ഋതുവിന്റെ കാര്യമൊക്കെ ആയിരിക്കും ആലോചിക്കുന്നില്ലേ. അവളുടെ കാര്യമൊക്കെ എന്തിനാ ചിന്തിക്കുന്നേ? അവൾക്ക് എന്തുകൊണ്ടാ ഇഷ്ടമില്ലാത്തതെന്ന് അറിയാവോ ശ്രീഹരിനെ? ഒരു പക്ഷെ ഞാനും ശ്രീഹരിയും തമ്മിലുള്ള കല്യാണം മുടങ്ങുമായിരുന്നെങ്കിൽ സേതുവേട്ടൻ ആ വീട്ടിൽ നിന്ന് ഓടിക്കായിരുന്നു. കാരണം വിൽപത്രത്തില് ഈ പറയുന്ന സേതുവേട്ടന് ഒരു ഇതുമില്ലായിരുന്നു. കാരണം ആ വിൽപത്രം ക്യാൻസലായി പോവായിരുന്നു, കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ. അപ്പൊ അത് പറ്റാത്തതുകൊണ്ടാണ് അവൾക്ക് അതിന്റെ ബുദ്ധിമുട്ടാ. അതുകൊണ്ടാണ് അവള് ശ്രീഹരിയോട് ദേഷ്യം കാണിക്കുന്നത്. അല്ലാതെ ശ്രീഹരിയോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇല്ലായിരുന്നെങ്കിൽ അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പറയാണ്. എന്നാലും വേണ്ട ഞാൻ നോക്കിക്കോളാം. ഒരാൾ വന്നിരിക്കുന്നു, വലിയൊരാൾ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യണം ആ ഷർട്ട് മേടിച്ചങ്ങോണ്ട് ഇരിക്കുകയാണ്. പാവൂന്നൊക്കെ ഒച്ചപ്പാട് വെക്കുന്നുണ്ടായിരുന്നു ശ്രീഹരി വേദന എടുത്തോണ്ട്. അങ്ങനെ ഷർട്ട് ഇടിയിച്ചു. ഷർട്ട് ഇടിച്ചു പറഞ്ഞു ഇനി ഞാൻ മുണ്ടുടിപ്പിക്കാന്ന് പറയണേ. വേണ്ട വേണ്ട മുണ്ടുടിപ്പിക്കണ്ട ഞാൻ എടുത്തോളാം. എന്താ നാണമാണോന്ന് ചോദിക്കുകയാണ്. നാണം കണ്ട കാര്യമൊന്നുമില്ല, ഞാനേ ശ്രീഹരിയുടെ ഭാര്യ എന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രീഹരി ഇങ്ങനെ നോക്കുകയാണ്. നാണിക്കേണ്ട കാര്യമൊന്നുമില്ല, അടങ്ങി അവിടെ നിന്നോണം മര്യാദയ്ക്ക്, അല്ലേ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ മുണ്ടെടുത്തു. മുണ്ടെടുത്തിട്ട് ആ മുണ്ടിന് മുകളിൽ കൂടെ ഇങ്ങനെ മുണ്ട് അങ്ങനെ ഉടുപ്പിക്കുകയാണ്. അപ്പൊ ശ്രീഹരിക്ക് ആപ്പടെ ചമ്മലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. മുണ്ട് ഉടുപ്പിച്ചു കഴിഞ്ഞിട്ട്
ശ്രീഹരിയോട് പറഞ്ഞു ഇനി ഇപ്പൊ അടിയിലത്തെ മുണ്ടം കൂടെ മാറ്റിക്കോളാൻ പറയണം എന്നും പറഞ്ഞോണ്ട് അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോ ശ്രീഹരി എന്ത് ചെയ്യാ മുണ്ടം കൂടെ മാറ്റണം. പിന്നീട് നോക്കി കൊള്ളാം, ഇപ്പൊ നല്ല സൂപ്പർ ആയിട്ടുണ്ട്, നല്ല മിടുക്കനായിട്ടുണ്ട്, ഇങ്ങനെ വേണമെന്ന് പറയണം. ഇത് കേട്ടപ്പം ശ്രീഹരി ഒരുമാതിരി ചമ്പലോട് കൂടിയിട്ട് അച്ഛന്റെ മുഖത്തേക്ക് നോക്കണം. ഈ സമയം പിന്നീട് കാണിക്കുന്ന പല്ലവി ആ കത്തിക്കഴിഞ്ഞ് ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്നിട്ട് കമ്പൊക്കെ എടുത്തിട്ട് അവിടെ എല്ലാം കിള്ളി മാന്തിയൊക്കെ നോക്കണം ഓട്ടോറിക്ഷയ്ക്കകത്ത്. അപ്പൊ കുറെ പേപ്പർ കത്തി കിടക്കുന്നതിന്റെ, പ്ലാസ്റ്റിക് ഉരി കിടക്കുന്നതിന്റെ എല്ലാം ഉണ്ടായിരുന്നു, അതിനകത്തൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ കിള്ളി മാന്തി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഓട്ടോറിക്ഷയുടെ സൈഡിലായിട്ട് ഒരു കത്തി നിലയിൽ, ഒരു പകുതി കത്തി നിലയിൽ ഒരു ബില്ല് കിട്ടുന്നത്. പല്ലവി അതെടുത്ത് നോക്കി, മണത്ത് നോക്കി. പെട്രോൾ പമ്പിന്റെ ബില്ലാണ് ആ കിട്ടിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ പല്ലവി സേതുവിന്റെ ഫോണിലേക്ക് വിളിക്കുക. സേതു അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ സേതുവിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് സേതു അങ്ങോട്ടേക്ക് വരുവാണ്. സേതു വന്നു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി എന്ത് ചെയ്യുവാണ്, ആ ബില്ല് കാണിച്ചു. നോക്ക് സേതുവേട്ടാന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. ഈ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന് കാര്യങ്ങൾ മനസ്സിലായി. ഇത് പമ്പിന്റെ ബില്ലാണല്ലോ എന്ന് പറയാം. അതെ, ഇവിടെ നിന്നായിരിക്കണം അയാൾ പെട്രോൾ വാങ്ങിയിട്ടുണ്ടായിരിക്കുക, കത്തിക്കാനുള്ള ഗുണ്ടകളെ ചിലപ്പം. അങ്ങനെയാണെങ്കിൽ ഈ പമ്പ് എവിടെയാന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റുമല്ലോ. അല്ല സേതുവണ്ണി ഈ പമ്പ് അറിയാന്ന് ചോദിക്കാം. അതെ എനിക്കറിയാം, ഇത് സിറ്റിയിലുള്ളൊരു പമ്പാന്ന് പറയണം. അങ്ങനെയാണ് നമുക്ക് പോയി നോക്കാന്ന് പറയാം. ദേടെ സേതു ശരിയാ, നമുക്ക് തന്നെ പോവാം. അല്ലെ നമുക്കിത് പോലീസിന് കൊടുത്താലോ? വേണ്ട, പോലീസിന് കൊടുത്താൽ ശരിയാകത്തില്ല. അതെന്താന്ന് പല്ലവി ചോദിക്കാം. നമ്മൾ അന്വേഷിക്കുന്നേക്കാൾ നല്ല പോലീസ് അന്വേഷിക്കുന്നത്, അതൊക്കെ ശരിയാ. പക്ഷെ പോലീസുകാരിൽ ഒറ്റുകാരുണ്ടെങ്കിലോ? ഒരു പക്ഷേങ്കില് നമുക്ക് ഇങ്ങനെ ഒരു തെളിവ് കിട്ടിയെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചിലപ്പം ഒറ്റി കൊടുക്കുമായിരിക്കും. ഇതിപ്പം നമ്മൾ തന്നെ അന്വേഷിക്കണം. അതുകൊണ്ട് ദൈവമായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇത് കൊണ്ടെത്തന്നെ. നമുക്ക് തന്നെ ഇതിന്റെ നിജസ്ഥിതി അറിയാം, അന്വേഷിച്ചറിയാം, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളെന്ന് പറയാം. അല്ല സേതുവേട്ടൻ, നമ്മളെ കൊണ്ട് പറ്റും, നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാന്ന് പറയണം. അങ്ങനെ അവർ ആ ബില്ലും വെച്ചുകൊണ്ട് നേരെ പമ്പിലേക്ക് ചെല്ലുവാണ് സേതുവും പല്ലവി. അവിടെ ചെന്ന് മാനേജറെ കാണുവാണ്. മാനേജരോട് പറഞ്ഞു, അതെ ഇത് ഇവിടുന്ന് പെട്രോൾ മേടിച്ചതിൻ്റെയാ. അപ്പൊ ഈ ബില്ല് നോക്കിയിട്ട് ഇത് ആരാ വാങ്ങിച്ചതെന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ അയാൾ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ, പോലീസിൽ നിന്നാണോന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പം സേതു പറഞ്ഞു, ഏകദേശം അങ്ങനെയും പറയാന്ന് പറയാണ്. പിന്നീട് അയാൾ പറഞ്ഞു, നോക്കട്ടെ CCTV ദൃശ്യങ്ങൾ നോക്കട്ടെ, ഇത് ആരാ വാങ്ങിയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്. അങ്ങനെ അയാൾ അങ്ങോട്ടേക്ക് പോയിട്ട് അയാൾ ചെയ്യുമ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, CCTV ദൃശ്യങ്ങൾ അയാളുടെ മുഖമുണ്ട്, ഒരാൾ വന്നിട്ട് പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്നു പറയണം. അല്ല അതാരാന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അറിയാൻ പറ്റുമോ, ഒരു കാര്യം ചെയ്യാം, ഫോണിൽ വാട്സപ്പില്ലേ നമ്പർ ഇങ്ങോട്ടായിട്ട് ഞാൻ ആ നമ്പറിലേക്ക് ഈ ഫോട്ടോസ് ഇട്ട് തരാമെന്ന് പറയണം. അങ്ങനെ അയാൾ ആ ഫോട്ടോസ് ഇട്ട് തന്നു. അയാൾ നോക്കിക്കഴിഞ്ഞപ്പം സേതുവിന് ഒരു പരിചയം തോന്നിയില്ല. സേതുവും പല്ലവിയും പിന്നീട് എന്ത് ചെയ്യണം, നേരെ നിരഞ്ജന മാഡത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. നിരഞ്ജന മാഡത്തിന് കൊണ്ട് ഈ ഫോട്ടോസ് കാണിക്കുകയാണ് ഫോണിനകത്തുള്ള. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നിരഞ്ജന മാഡം പറഞ്ഞു, എനിക്കറിയാം ഇവന് അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാന്ന് പറയണം. ഇത് കേട്ടപ്പം സേതു ചോദിച്ചു, ഗുണ്ടയോ? അതെ, ഇവൻ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാന്ന് പറയണം. ഇവനായിരിക്കും ഈ ചതിയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പോ അവൻ എന്തിനാ ഇത് ചെയ്യുന്നത്, അവൻ എന്താ കാര്യം എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, സേതുവേട്ടാ ഇനിയിപ്പൊ അവൻ ഇത് ചെയ്യണമെങ്കിൽ ആരെങ്കിലും അവനെ കൊണ്ട് ചെയ്യിച്ചതാവാലോ എന്ന് പറയുവാണ്. ഇത് കേട്ടപ്പോ ഒരു ഞെട്ടലോട് കൂടിയിട്ട് സേതു പല്ലവിനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഇതോടൊപ്പം തന്നെ ഇനിയിപ്പം കിരണിന്റെയും കല്യാണിയുടെയും ജ്യോതിത്തിന്റെ അളകുന്നതിന്റെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചാനലത്തിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഓരോന്ന് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.